നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കലിതുള്ളി പെയ്യുന്ന തുലാവർഷ മഴയ്ക്കൊപ്പം കാട്ടാന ശല്യത്തിലും പൊറുതിമുട്ടി ചിന്നക്കനാൽ പഞ്ചായത്തിലെ വിവിധ മേഖലകൾ. ബീറണ്ടാം, പന്തടിക്കളം അടക്കമുള്ള മേഖലകളിൽ ഏക്കർ കണക്കിന് കൃഷിനാശം. പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. ഇടുക്കി രാജാക്കാട് മമ്മട്ടിക്കാനം മേഖല പുലിപ്പേടിയിൽ. മമ്മട്ടിക്കാനം കവലിയിൽ വെച്ച് പ്രദേശവാസി നേരിട്ട് പുലിയെ കണ്ടെന്ന വാദം. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണോ എന്ന വ്യക്തത വരുത്തുന്നതിന് പരിശോധനയ്ക്കയച്ചു. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 39.7 ഗ്രാം MDMA-യുമായി യുവാവ് കട്ടപ്പനയിൽ അറസ്റ്റിൽ. കട്ടപ്പന മുളകരമേട് AKG പടി ടോപ്പ് കാഞ്ഞിരമൂട്ടിൽ അശോകിന്റെ മകൻ സുധീഷാണ് പിടിയിലായത്. ഭൂപ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് കർഷകരുടെ കണ്ണിൽ പൊടിയിടാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കരുതെന്ന ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ. നടപ്പിലാക്കുന്ന നിയമങ്ങൾ മലയോര ജനതയുടെ സ്വപ്നങ്ങളെ വളർത്തുവാൻ തക്ക നിയമങ്ങളാകണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ. വിശദമായ വാർത്തകളിലേക്ക്. കലിതുള്ളി പെയ്യുന്ന തുലാവർഷ മഴയ്ക്കൊപ്പം കാട്ടാന ശല്യത്തിലും പൊറുതിമുട്ടി ചിന്നക്കനാൽ പഞ്ചായത്തിലെ വിവിധ മേഖലകൾ. ബീൽറാം, പന്തടിക്കളം അടക്കമുള്ള മേഖലകളിൽ ഏക്കർ കണക്കിന് കൃഷിനാശം. കാട്ടാനകൾ കൂട്ടമായി എത്തിയിട്ടാണ് കൃഷി നശിപ്പിക്കുന്നതെന്ന കർഷകർ. പട്ടയ സ്ഥലത്തെ കൃഷിവിളകൾ നശിപ്പിച്ചിട്ടും 1 രൂപ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നും കർഷകർ പറയുന്നു. നിലവിൽ വിളവെടുപ്പ് നടക്കുന്ന തോട്ടത്തിലെ ഏലച്ചെടികളാണ് കാട്ടാനകൾ കൂട്ടമായിട്ടെത്തി വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ ബീൽറാവിന് സമീപം ഈട്ടിത്തേരി എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ മഴ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന ഒപ്പം തന്നെ കാട്ടാന ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടാന കൂട്ടങ്ങൾ ഇറങ്ങി അടിച്ചു നശിപ്പിച്ചിരിക്കുന്നത്. ഏലമേഖലയിലാണ്. ഏലത്തിന് ഇപ്പോൾ വിളവെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഏക്കർ കണക്കിന് ഏലം പൂർണ്ണമായും കാട്ടാന കൂട്ടങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തി എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. നമുക്കൊപ്പം കർഷകനുണ്ട്. ചേട്ടാ, ഇവിടെ തന്നെയാണ് വീടല്ലേ? ഇവിടെ തന്നെ ബീൽറാവ് തന്നെയാണ് വീട്. ഇത് എൻ്റെ സഹോദരൻ്റെ സ്ഥലമാണ്. ആന വ്യാപകമായിട്ടുള്ള കൃഷിനാശമാണ് ഈ 15 ദിവസത്തിനിടയ്ക്ക് ഈ ബീൽറാവ്, പന്നിയാറ്, ആനയിറങ്ങൽ, സിംഗണ്ടം ഈ മേഖലയിൽ വ്യാപകം. അതായത് ആന പകല് പട്ടയ സ്ഥലങ്ങളിൽ പോലും ആന പകൽ സമയങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് ആളുകളുടെ RRTക്കാർ മെസ്സേജ് ഇടും, ഇന്ന ആളുടെ സ്ഥലത്തിന് ഭാഗത്തേക്ക് ആന വരുന്നുണ്ട്, അവിടെ പണി തരുമെന്നും പറഞ്ഞുകൊണ്ട്. പട്ടയം പിന്നെ എന്തിനാ ഞങ്ങൾ കൃഷി ചെയ്യുന്നതിനാ? ആന പകൽ വരെ കാടുകളിൽ വന്ന് കാട്ടിൽ നിന്ന് പണിയാൻ പറ്റുക, അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ കൃഷി ചെയ്യുന്നത് ഞങ്ങൾ? ഈ RRTയുടെ സേവനം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? മറ്റൊരു തരത്തിൽ ആനയെ ഈ കൃഷിയിടത്തിലേക്ക് എത്താതിരിക്കുന്നതിന് അല്ല, കൃഷി സ്ഥലത്തേക്ക് ആന എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവർ കൃഷി സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഏത് ഭൂമിയിലാണോ അടുത്ത ഭൂമിയിലേക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നുള്ളതല്ലാതെ രാത്രി സമയങ്ങളിൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. മെസ്സേജ് ഇടുന്നുണ്ട്. മെസ്സേജ് ഇടുന്നത് ഇങ്ങനെയാണ്, അതായത് ഇന്ന ആളുടെ സ്ഥലത്തേക്ക് ആന വരുന്നുണ്ട്, ആ ഭാഗത്തുള്ളവർ നോക്കി സൂക്ഷിച്ച് നിൽക്കുക എന്ന് മാത്രം മെസ്സേജ് ഇടുന്നുണ്ട്. ഈ പട്ടയം തന്ന് ഞങ്ങൾ കൃഷിക്കാരിവിടെ പണിയെടുക്കാൻ പകൽ പോലും ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ഈ പട്ടയവും ഈ സ്ഥലവും ഭൂമി? ഇവിടെ ഈ ഏക്കർ കണക്കിന് കൃഷിനാശമാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധനസഹായം നിങ്ങൾക്ക് വനം വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ലഭിക്കില്ല? ഒരു ധനസഹായം ഈ കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യം. അത് പല പ്രാവശ്യം അപേക്ഷകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്, കൃഷിഭവനിലൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ സ്വീകരിക്കുന്നതല്ലാതെ 10 രൂപ ഒരു കർഷകനും കിട്ടിയതായിട്ട് എനിക്കറിയില്ല ഇവിടെ. ഇത് എൻ്റെ സ്വന്തം സഹോദരൻ്റെ സ്ഥലമാണ്. പുള്ളി ഇന്ന് മറ്റേ ഒരു ക്യാൻസർ രോഗിയാണ് പുള്ളി. അദ്ദേഹത്തിൻ്റെ ആകെയുള്ള 1/2 ഏക്കർ സ്ഥലമാണിത്. അതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടില്ലേ, 3/4 പാവ് അടിച്ച് തീർത്ത് കളഞ്ഞിരിക്കുന്നു. ഇന്ന് പുള്ളി ആശുപത്രിയിലാണ്. വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആകെ ഉണ്ടായിരുന്ന 1/2 ഏക്കർ സ്ഥലമാണ്. ആ 1/2 ഏക്കർ സ്ഥലം ഇപ്പോൾ പൂർണ്ണമായി നമ്മളിങ്ങോട്ട് വരുമ്പോൾ കാണാൻ സാധിച്ചു. അവിടെ നിന്ന് നടന്നു വരുമ്പോൾ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എത്രത്തോളം കാട്ടാനകളുണ്ട് ഈ മേഖലയിൽ ഇപ്പം? ഏതാണ്ട് ഈ ഇവിടെ ഇത് അടിച്ച് കളയാൻ 7 കൂട്ടമാണ് ഇവിടെ വന്ന് അടിച്ച് നിരത്തി കളഞ്ഞത്. ഇത് ഓരോ ഇന്നിപ്പോൾ ഇത് കളഞ്ഞു, അടുത്ത ദിവസം ഇത് ഈ മേലെ ഈ സൈഡിൽ കൂടെ എല്ലാം ഉള്ള തോട്ടങ്ങളെല്ലാം മുഴുവനും ചെടി നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒന്നാമത് ആ കർഷകർക്ക് ഈ വർഷമാണ് ഈ ഏലം ഒരു 10 രൂപയുടെ വരുമാനം അല്ലെങ്കിൽ ഒരു വിലയിൽ നിന്നും ഒക്കെ കിട്ടാൻ തുടങ്ങിയത്.
ആ സമയത്ത് ഒരു സാധാരണ ഒരു കർഷകൻ്റെ ഈ 1/2 ഏക്കർ സ്ഥലം ഇത് മുഴുവനും അടിച്ച് തീർത്ത് കളഞ്ഞതുകൊണ്ട് ഇതൊക്കെ രണ്ടാമത്തെ റൗണ്ട് കായെടുക്കുന്ന സമയമായപ്പോഴാണ് ഇതെല്ലാം ഈ വരുമാനം പൂർണ്ണമായി നിലച്ചു എന്നുള്ള ഒരു സാഹചര്യമാണ്. രണ്ടാമത്തെ കാര്യം, തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾക്ക് ഇവിടെ കാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഏലത്തോട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പണിയരുത് എന്ന ഒരു നിർദ്ദേശം കൊടുക്കുന്നു. തൊഴിലാളികൾക്ക് അവിടെ സ്വസ്ഥമായി നിന്ന് പണിയാൻ കഴിയാത്ത സാഹചര്യം. ഈ പുറത്തൊക്കെ ആളെ കാവലിന് നിർത്തിയിട്ടാണ് പണിക്കിറക്കുന്നത് അല്ലേ? അതെ. ഇപ്പം നമ്മുടെ എൻ്റെ തോട്ടത്തിൽ പണിയുവാണെങ്കിൽ ഞാൻ 2-3 ആണുങ്ങളെ ഇതിന് വേണ്ടിയിട്ട് ആന എങ്ങോട്ടും ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ദൂരെ നിർത്തിയിട്ട് ആണ് പണിയണം. അല്ലെങ്കിൽ നമുക്ക് തൊഴിലാളികളുടെ ജീവന് ഭീഷണിയല്ലേ. അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം ഞങ്ങളിവിടെ ജീവിക്കുന്നത്. ഈ ആന ഇവിടെ നിന്ന് ഈ ചിന്നക്കനാലിൽ നിന്ന് ഈ ആനകളെ മാറ്റുമല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഈ ഒരു മേഖലയിൽ, ഈ വിയൽറാവ് പ്രദേശത്ത് തന്നെയല്ലേ, നിരവധി ആളുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ആ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പട്ടയ ഭൂമിയിൽ വെച്ചിട്ട് ഒക്കെയാണ്. ഇതിനൊക്കെ ആ സമയത്ത് ഉണ്ടാകുന്ന അധികൃതരെത്തി വലിയ പ്രതിഷേധങ്ങളെ ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുന്നു. ബാക്കി പിന്നെ കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷേ 1 രൂപ പോലും കർഷകന് ധനസഹായം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കൃഷിയൊക്കെ ഇനി പുനരുജ്ജീവിപ്പിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ സർക്കാർ സഹായങ്ങളില്ലാതെ പറ്റത്തില്ല. 2 കാര്യങ്ങളാണ് അവർ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, നഷ്ടപരിഹാരം കൃത്യമായി നൽകുക. അത് അടുത്ത കൃഷി ആരംഭിക്കണമെങ്കിൽ, മുമ്പോട്ട് പോകണമെങ്കിൽ അത് കിട്ടാതെ നടക്കില്ല. രണ്ടാമതായിട്ട് അവർ പറയുന്നത് ഈ കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സംവിധാനം, ജനവാസ മേഖലയിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക് കാട്ടാന ഇറങ്ങി തമ്പടിക്കാതിരിക്കുന്നതിനുള്ള ശക്തമായ പ്രതിരോധം തീർക്കണം എന്നുള്ളതാണ്. ഉറക്കമളച്ച് കാവലിരുന്ന് കാത്തുവെക്കുന്നതൊക്കെയും കാട്ടാന നശിപ്പിക്കുന്ന ഒരു സ്ഥിതി, ദയനീയമായ കാഴ്ച. തുലാവർഷം പെയ്തിറങ്ങുന്നതിനേക്കാൾ ശക്തമായി ഇവരുടെ കണ്ണുനീരുകൾ നിറഞ്ഞൊഴുകുന്നത് നമുക്ക് ഈ കൃഷിയിടത്തിലെത്തുമ്പോൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിനൊരു അറുതി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു സർക്കാരിൻ്റെ ഇടപെടൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മടങ്ങുകയാണ് ഇവിടെ നിന്നും. ക്യാമറമാൻ ഗോകുൽ മധുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതികരണങ്ങൾ കൂടി നോക്കാം. കാട്ടാന ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കർഷകരും തൊഴിലാളികളും പറയുന്നു. കാട്ടാന ശല്യത്താൽ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാനാവാതെ കൃഷിയിടങ്ങൾ ഉപേക്ഷിക്കുന്ന അവസ്ഥയാണെന്നും കർഷകർ പറയുന്നു. ആനശല്യം ഭയങ്കര ശല്യമാണ്. ഞങ്ങൾക്കിവിടെ ഇപ്പോൾ 4 വർഷമായിട്ട് എൻ്റെയൊക്കെ കാട് ഇതിനേക്കാളും മോശമായിട്ടാണ് കിടക്കുന്നത്. 4 വർഷമായി ഞങ്ങളിങ്ങനെ, ഞാൻ തന്നെത്താനേ പണിയെടുക്കുന്നത്. ആ എടുക്കുന്ന ചെടിയെല്ലാം ഇങ്ങനെ ചവിട്ടി ഓരോ പ്രാവശ്യം വന്ന് ഓടിച്ച് കളയുന്നു. ഓരോ പ്രാവശ്യവും ഞങ്ങളിങ്ങനെ പണിയുന്നു. അതിങ്ങനെ തയ്യോടുകൂടി വലിച്ചു പറിച്ച് കളയുന്നു. നമുക്ക് എല്ലാവരും ചുറ്റും പാട്ടൊക്കെ ആൾക്കാരാണുങ്ങൾ ഓടിക്കാനുണ്ട്. ഇത് എനിക്കൊന്നും ഓടിക്കാൻ ആൾക്കാർ പോലുമില്ല. അത് കാരണം നമുക്ക് നോക്കാനും ഓടി വരാം. ഒന്ന് വരുവാണെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വിടത്തില്ല. അങ്ങനെ വന്ന് മൊത്തം ഇങ്ങനെ 4 ഇതോടുകൂടി 5ാമത്തെ വർഷം എൻ്റെയൊക്കെ പറമ്പും ഇതുപോലെ ഇതേ സ്ഥലം തന്നെ മൊത്തം അടിച്ച് നിരപ്പാക്കിയിട്ടേക്കണം. അതിനകത്തൊന്നും എടുക്കാനേ ഇല്ല. ഞാൻ അത് കണ്ട് അങ്ങനെ ഉപേക്ഷിച്ചിട്ടേക്കുക. ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇതിനകത്താണെങ്കിൽ എൻ്റെ ആങ്ങളയ്ക്ക് സുഖമില്ലാതെ ഇരിക്കുന്നു, കിടപ്പാണ്. അതിനിടയ്ക്ക് ഇത് കഷ്ടപ്പെട്ടിട്ട് പോയത് ഇതുപോലെ ഇങ്ങനെ നാശമായി പോയില്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾക്കൊക്കെ സങ്കടം വരിക ചെയ്യുന്നത്. ഞങ്ങൾക്ക് കൈക്കും കാലിനും ആരോഗ്യമുള്ളപ്പോഴല്ലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഓരോ വർഷം ചെല്ലുന്തോറും ഇതിങ്ങനെ ഇനി ഇത് 3 വർഷം വേണം ഇതിങ്ങനെ കയറ്റിയെടുത്തുകൊണ്ട് വരണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ എന്നാ ചെയ്യണം? ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ ഗവൺമെൻറ്റിനോട് ഈ ആനേനെ ഒന്ന് മാറ്റി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പണിയെടുത്ത് ജീവിക്കാനുള്ള ഇത് ഗവൺമെൻറ്റിനോട് നിങ്ങൾ ആവശ്യപ്പെടും. ചിന്നക്കനാൽ പഞ്ചായത്തിലെ വിവിധ മേഖലയിലെ കർഷകർ നേരിടുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ. RRTയുടെ സേവനം പരിമിതമാണെന്നും കാട്ടാന പ്രതിരോധ നടപടികൾ വൈകിയാൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കാട്ടാനശല്യം വളരെ രൂക്ഷമാണ്. പന്തടിക്കളം, 80 ഏക്കർ, തിരുവീർ നഗർ, ബിയൽറാവ് എന്നീ ഭാഗങ്ങളിൽ കാട്ടാന കൂട്ടത്തോടെ ഇറങ്ങി വിളവെടുപ്പായി കിടക്കുന്ന ഏലക്കാത്തോട്ടത്തിൽ ഇറങ്ങി ഏക്കർ കണക്കിന് ഭൂമിയാണ് നശിപ്പിക്കുന്നത്. ഇതിൻ്റെ വനം വകുപ്പിൻ്റെ RRT ടീമിന് ഇതിനെ നിസ്സാരമായി നോക്കി നിൽക്കാൻ മാത്രമേ അവരെ കൊണ്ട് സാധിക്കുന്നുള്ളൂ.
അതുപോലെ നമ്മളൊരു ആനുകൂല്യത്തിന് എഴുതി കൊടുത്തു കഴിഞ്ഞാലും പട്ടയമില്ലാത്ത സ്ഥലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നുമില്ല. ഇനി ഇത്തരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി മനുഷ്യർക്ക് ജീവിക്കാൻ മേലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ജനപ്രതിനിധികളുടെ രീതിക്ക് ഞങ്ങൾ രംഗത്തിറങ്ങി ഇതിനൊരു സമരപരിപാടി സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇടുക്കി രാജാക്കാട് മമ്മട്ടിക്കാനം മേഖല പുലിപ്പേടിയിൽ. മമ്മട്ടിക്കാനം കവലയിൽ വെച്ച് പ്രദേശവാസി നേരിട്ട പുലിയെ കണ്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മനുഷ്യ വന്യജീവി ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രനും സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണോ എന്ന് വ്യക്തത വരുത്തുന്നതിന് പരിശോധനയ്ക്ക് അയച്ചു. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഒരേ വഴി ഇങ്ങനെ ഒരു വെള്ളമല്ലേ ഇപ്പോൾ ശാന്തൻപാറ പൊന്മുടി സെക്ഷൻ ഫോറസ്റ്റ് പരിധിയിൽ വരുന്ന രാജാക്കാട് പഞ്ചായത്തിലെ മമ്മട്ടിക്കാനം മേഖലയിലാണ് പുലിയെ കണ്ടതായി പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മമ്മട്ടിക്കാനം കവലയിൽ വെച്ച് പ്രദേശവാസിയായ മൂലംകുഴിയിൽ ഷാജിയുടെ മകൻ പുലിയെ നേരിട്ട് കണ്ടതായും പറയുന്നു. റോഡിന്റെ വശത്തായുള്ള തിട്ടയിൽ നിന്നും പുലി റോഡിലേക്ക് ചാടി കടന്നു പോകുകയായിരുന്നു. പുലിയെ കണ്ട് ഭയന്ന ഇയാൾ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടു. എൻ്റെ മോൻ വീട്ടിൽ നിന്ന് ഈ വാഴയുടെ പടക്കം പൊട്ടിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കയറി വരുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് ഈ വഴിയുണ്ടല്ലോ, ആ വഴിയുടെ കുറേ വിറകുണ്ട്. അപ്പോൾ അതിനകത്തോടെ ഇങ്ങനെ ഇറങ്ങി ഒരു ജീവി, ഒരു നല്ല ഹൈറ്റും ഉണ്ട്, വാലിന് നല്ല നീട്ടമുണ്ട്. പടക്കം പൊട്ടിക്കാൻ നോക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നോക്കി പേടിച്ച് പോയി ഇവൻ കണ്ടക്ടറിൽ. നോക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അവൻ ശ്രദ്ധിച്ച് ഇത് എന്തായി പോകുന്ന അറിയുമ്പോൾ കഴിഞ്ഞപ്പം ഒരു പുലിയുടെ പോലെ തോന്നിക്കുന്ന ഒരു പറയുന്നുണ്ട്. വാലിന് നല്ല നീട്ടം, നല്ല ഹൈറ്റും ഉള്ളതുകൊണ്ട് നോക്കി നിന്ന് ഞങ്ങളുടെ പുറത്ത് അങ്ങനെ പോയിട്ട് അത് മുകളിലോട്ട് കയറി. തുടർന്ന് വിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുകയും പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അറിയിക്കുകയായിരുന്നു. രാത്രി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് രാവിലെ പൊന്മുടി ഫോറസ്റ്റ് ഓഫീസർ PA ജോൺസന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും മനുഷ്യ വന്യജീവി ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രനും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ വന്യജീവിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. ഇവ പരിശോധിക്കാനായി അയച്ചു. ഇന്നലെ രാത്രി 8 മണിയായപ്പോൾ മൂലംകുഴിയിലെ സിനി എന്നയാളുടെ മകൻ ഇവിടെ പടക്കം പൊട്ടിക്കാൻ ഈ റോട്ടിൽ കയറി വന്നു. പെട്ടെന്ന് ഈ കട്ടിംഗ് സൈഡിൽ നിന്ന് ഒരു ജീവി താഴേക്ക് ചാടുകയും അങ്ങോട്ട് പതുക്കെ നടന്നു പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആ പയ്യനെ അവൻ പറഞ്ഞതനുസരിച്ചിട്ട് വാലിന് നല്ല നീളവും ഒരുവിധ ഉയരമുള്ളൊരു ജീവിയാണെന്ന് പറഞ്ഞു. അപ്പോൾ വന്യജീവിയുടെ സാന്നിധ്യമാണ്, പട്ടിയല്ല എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. രാവിലെ ഇപ്പോൾ നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് ഫോറസ്റ്റ് ജീവനക്കാരും മറ്റും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക അകറ്റണമല്ലോ. അതുപോലെ പട്ടിയുടെ കാൽപ്പാടല്ലാത്ത 2 കാൽപ്പാട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് വിശദ പരിശോധനയ്ക്ക് അയക്കുന്നതാണ്. 24 മണിക്കൂർ പട്രോളിങ്ങും അതുപോലെ തന്നെ ക്യാമറ ട്രാപ്പ് വെക്കുന്നതാണെന്ന് ദേവികുളം റേഞ്ച് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ മാത്രമല്ല, ഇത് അജ്ഞാത ജീവിയാണെങ്കിൽ 1 വർഷം മുമ്പ് ഇവിടെ നരേന്ദ്രൻ പുറക്കുന്നൽ എന്ന ആളുടെ വീട്ടിൽ 2 വീട് ഇപ്പറയാണ് 2000 കോഴികളെ ലെപ്പേർഡ് കാറ്റ് കൂട്ടിക്കയറി കൊന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ എത്രയും പെട്ടെന്ന് സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഇപ്പോൾ തന്നെ എത്തും. ക്യാമറ ട്രാപ്പും അതുപോലെ തന്നെ 24 മണിക്കൂർ പട്രോളിങ്ങും ഏർപ്പെടുത്തുന്നതായിരുന്നു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷും സ്ഥലത്തെത്തിയിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് വനംവകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തീരുമാനിച്ചു. കാൽപ്പാടുകളെ സംബന്ധിച്ച് വ്യക്തത വന്നതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വനംവകുപ്പ് അധികൃതരും വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 39.7 ഗ്രാം MDMA-യുമായി യുവാവ് കട്ടപ്പനയിൽ അറസ്റ്റ്. കട്ടപ്പന മുളകരമേട് AKG പടി ടോപ്പ് കാഞ്ഞിരംമൂട്ടിൽ അശോകിന്റെ മകൻ സുധീഷാണ് അറസ്റ്റിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് ഇന്നലെ രാത്രി സുധീഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 39.7 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായി MDMA കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ട ഇയാളിൽ നിന്ന് MDMA വാങ്ങി ഉപയോഗിക്കുന്നവരിൽ നിന്നാണ് പോലീസിന് വിവരങ്ങൾ ലഭിച്ചത്. ഇയാളുടെ സംഘത്തിലെ കൂട്ടുപ്രതികൾക്കായി പോലീസ് വലവിരിച്ചിട്ടുണ്ട്. ഇവരെ പിടികൂടാനുള്ള എല്ലാ ശ്രമവും നടത്തിവരികയാണെന്ന് കട്ടപ്പന DYSP പറഞ്ഞു.
ഭൂപ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് കർഷകരുടെ കണ്ണിൽ പൊടിയിടാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കരുതെന്ന ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ. നടപ്പിലാക്കുന്ന നിയമങ്ങൾ മലയോര ജനതയുടെ സ്വപ്നങ്ങളെ വളർത്തുവാൻ തക്ക നിയമങ്ങളാകണം. നിയമക്കുരുക്കുകളോടുകൂടി നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ സാധാരണ ജനതയുടെ ജീവിതം അസഹനീയമാകും. ഇടുക്കി രൂപത ഈ നാട്ടിലെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ജനങ്ങളോട് ഒപ്പമുണ്ടാകുമെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു. 1960 ഭൂപതിവ് നിയമവും 64 ചട്ടവുമെല്ലാം കാലാന്തരത്തിൽ ജനങ്ങൾക്ക് പ്രതിലോമകരമായി തീർന്നപ്പോൾ ഈ മലയോരം മുഴുവൻ സ്തംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഭൂപതിവ് ഭേദഗതി നിലവിൽ വരുന്നത്. ഈ ഭൂപതിവ് ചട്ട ഭേദഗതി കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിച്ച എല്ലാവരെയും, അതിന് ഭരണപക്ഷമുണ്ട്, ഭരണപക്ഷത്തെ MLA-മാരുണ്ട്, നമ്മുടെ മന്ത്രിയുണ്ട്, ഈ നാട്ടിലെ നേതാക്കന്മാരുണ്ട്, പ്രതിപക്ഷമുണ്ട്, അതിലെ നേതാക്കളുണ്ട്, എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട്. കാരണം ഈ നാട്ടിലെ ജനത നിലനിൽപ്പില്ലാതെ ഇനി എങ്ങനെ ഇവിടെ ജീവിക്കും? മനുഷ്യാവകാശമില്ലാത്ത അവസ്ഥയിലേക്ക് ആണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് സമരവുമായിട്ട് ഈ മലയോര ജനത രംഗത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ നടപ്പിലാകുന്ന നിയമങ്ങൾ ഈ മലയോര ജനതയുടെ സ്വപ്നങ്ങളെ വളർത്തുവാൻ തക്ക നിയമങ്ങളാകണമെന്ന് ഈ കേരളത്തിലെ സർക്കാരിനോട് ഞങ്ങൾ മുന്നറിയിപ്പ് തരികയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് താൽക്കാലികമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിട്ടുകൊണ്ട് നിയമം കൊണ്ടുവന്നിട്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കരുത്. ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നിരവധിയായ നിയമക്കുരുക്കുകളോടുകൂടി നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ സാധാരണ ജനതയുടെ ജീവിതം അസഹനീയമായി തീരുകയും ഈ നാട് വിട്ട് ജനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇനി ഇടുക്കിയുടെ മനോഹര കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്. തുലാവർഷത്തിന്റെ വരവറിയിച്ച് പെയ്തിറങ്ങിയ കനത്ത മഴ മലയോരത്ത് ദുരിതം വിതച്ചെങ്കിലും മഴയ്ക്ക് അല്പം ശമനം വന്നാൽ മലയോരത്തിന്റെ മനോഹാരിത പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പശ്ചിമഘട്ട മലനിരകളെ മഞ്ഞുമൂടുന്ന ആ മനോഹര കാഴ്ച ആസ്വദിക്കണമെങ്കിൽ രാജകുമാരി പഞ്ചായത്തിലെ അരമനപ്പാറ വ്യൂ പോയിന്റിൽ എത്തണം. ആ കാഴ്ചയൊന്നും കാണാം. പ്രകൃതി മനോഹാരിതയുടെ ദൃശ്യവിസ്മയം നിറഞ്ഞു നിൽക്കുന്ന ഹൈറേഞ്ചിൽ ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് പച്ചവിരിച്ച പശ്ചിമഘട്ട മലനിരകളും അവയെ വെള്ള പൊതിച്ച കണക്ക് മൂടുന്ന കോടമഞ്ഞും. തുലാവർഷ മഴ ശക്തമായി പെയ്തിറങ്ങി മലയോരത്തെ ആശങ്കപ്പെടുത്തുമ്പോഴും മഴ അല്പം ശമിച്ചാൽ പശ്ചിമഘട്ട മലനിരകൾ വശ്യമായ വിസ്മയ കാഴ്ചയുടെ ജാലകം തുറന്നിടും. മലയോരത്തേക്ക് എത്തിയാൽ ഈ മനോഹാരിത വിവിധയിടങ്ങളിൽ നിന്ന് ആസ്വദിക്കുവാൻ കഴിയുമെങ്കിലും രാജകുമാരി പഞ്ചായത്തിലെ കജനാപ്പാറയ്ക്ക് സമീപമുള്ള അരമനപ്പാറ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ വ്യത്യസ്തമാണ്. തലയെടുപ്പിൽ മാനമുട്ട് നിൽക്കുന്ന ചക്രമുടി പൂർണ്ണമായും മറിഞ്ഞ് മഞ്ഞ് വന്നു മൂടും. ആകാശത്തിന് മുകളിൽ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പ്രതീതി. പശ്ചിമഘട്ട മലനിരകൾക്കൊപ്പം ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിന്റെ വിദൂര കാഴ്ചകളും ഏറെ ആകർഷകമാണ്. അതുകൊണ്ട് തന്നെ മുട്ടുകാട് വഴി മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികളുടെ ഒരു ഇടത്താവളം കൂടിയാണ് അരമനപ്പാറ വ്യൂ പോയിന്റ്. തുലാവർഷ മഴ ജില്ലയിൽ തന്നെ ആശങ്ക ഉയർത്തുന്നുണ്ടെങ്കിലും മലമുകളിലെ മഞ്ഞു കാഴ്ചകൾ സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. പ്ലസന്റ് ജോയ്, സിറ്റി വിഷൻ, രാജകുമാരി. ചെറിയൊരു
ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി ശാന്തിഗ്രാമിൽ 66 kV വൈദ്യുത ടവറിന് ഇടിമിന്നലേറ്റു. ഇടിമിന്നലിൽ 66 kV ലൈനിന്റെ ഡിസ്ക് കണ്ടക്ടർ കത്തി നശിച്ചു. ഇതോടുകൂടി നെടുങ്കണ്ടം, വണ്ടൻമേട്, കട്ടപ്പന സബ്സ്റ്റേഷനുകളിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലച്ചു. ഇന്നലെ പാതിരാത്രിയോടുകൂടിയാണ് ടവറിന് ഇടിമിന്നലേറ്റത്. വലിയ ശബ്ദത്തോടുകൂടി ലൈൻ ഡിസ്ക് പൊട്ടിത്തെറിക്കുകയായിരുന്നു. എല്ലാ വർഷവും ഇപ്പോൾ ഈ ലൈനിൽ നിന്ന് പൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കേസ് അവിടെ ബോഡി ഞാൻ വിളിച്ചു പറഞ്ഞു. രാത്രി തന്നെ അവർ വന്നു. ഇപ്പം പണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇപ്പോൾ ഇത് പൊട്ടുന്നുണ്ട്. ഈ മഴക്കാലം ആകുമ്പോഴാണ് ഇത് പൊട്ടുന്നത്. ഒരു ഓട്ടോയിൽ കൂട്ട് കയറ്റി വിടുന്നതാണോ എന്താ സംഭവം നമുക്കറിയത്തില്ല. ഭയങ്കര ഭീകരാന്തരീക്ഷമായിരുന്നു. ആദ്യം നാട്ടുകാർക്ക് സംഭവം മനസ്സിലായില്ലെങ്കിലും KSEB ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഇടിമിന്നലേറ്റതായി സ്ഥിരീകരിച്ചത്. ഇത് 3ാം തവണയാണ് ടവറിന് ഇടിമിന്നലേൽക്കുന്നത്. കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ ഇടിമിന്നലേറ്റപ്പോൾ ഇടിമിന്നൽ രക്ഷാകവചം സ്ഥാപിച്ചിരുന്നു. എന്നാൽ അതും കൂടി ഇത്തവണത്തെ ഇടിമിന്നലിൽ തകർന്നതായാണ് അധികൃതർ പറയുന്നത്. കോട്ടുങ്കൽ റോയുടെ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള ടവറിനാണ് ഇടിമിന്നലേറ്റത്. നെടുങ്കണ്ടം, വണ്ടൻമേട്, കട്ടപ്പന സബ്സ്റ്റേഷനുകളാണ് ഇതുമൂലം വൈദ്യുതി വിതരണം മുടങ്ങിയിട്ടുള്ളത്. സാധ്യമായ മേഖലകളിൽ ബാക്ക് ഫീഡിങ്ങിലൂടെ വൈദ്യുതി എത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു. KSEB അധികൃതർ സ്ഥലത്തെത്തി ലൈൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടിയേ പൂർണ്ണമായ രീതിയിൽ മേഖലയിൽ വൈദ്യുതി വിതരണം സാധ്യമാവൂ. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കി നെടുങ്കണ്ടം ആമപ്പാറയിൽ മഴയിൽ പാറക്കഷ്ണങ്ങൾ പതിച്ച വീട് തകർന്നു. PMAY പദ്ധതിയിലൂടെ ലഭിച്ച വീടാണ് നശിച്ചത്. ആമപ്പാറ ചെറുകുന്നിൽ രമേശിന്റെ നിർമ്മാണത്തിലിരുന്ന വീടാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് കൂറ്റൻ പാറക്കഷ്ണങ്ങൾ ഇളകി നിർമ്മാണത്തിലിരുന്ന വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ ആമപ്പാറ ചെറുകുന്നിൽ രമേശിന്റെ വീട് പൂർണ്ണമായും തകർന്നു. വീടിന്റെ കട്ടളയും ജനലും ഉൾപ്പെടെ ഇളകിപ്പോയി. തൊട്ടടുത്ത ഷെഡിലാണ് രമേശനും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം നിലവിൽ താമസിക്കുന്നത്. ഷെഡിൽ നിന്നും അടച്ചുറപ്പുള്ള കോരിയിലേക്ക് മാറാമെന്ന സ്വപ്നമാണ് മഴ തകർത്തത്. താമസം തുടങ്ങിയിട്ട് എത്രയായി ഒരു ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈയിടെ PMAY കിട്ടിയ പദ്ധതി പ്രകാരം കിട്ടിയ വീടാണിത്. എത്രയും പെട്ടെന്ന് ആ ഷെഡിൽ നിന്ന് കയറി താമസിക്കാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ മഴയിലുണ്ടായ ഈ ഒരു അപകടം ഞങ്ങളെ അപ്പടെ തടുത്ത കളഞ്ഞു. ഇത് എങ്ങനെ മുന്നോട്ട് പണിയും എന്നാ ചെയ്തൊരു പിടിയില്ല. നമ്മൾ വില്ലേജിലും പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അവരുടെ കയ്യിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ 4 ലക്ഷം രൂപയാണ് വീടിനായി അനുവദിക്കുന്നത്. ഇതിൽ 2 ഗഡുക്കളായി 1,58,000 രൂപ ലഭിച്ചു. നിരവധി പേരിൽ നിന്നും കടം വാങ്ങിയും മറ്റുമാണ് വീട് കട്ടിളയ്ക്കൊപ്പം വരെ എത്തിച്ചത്. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ തകർന്നു പോയിരിക്കുകയാണ് ഈ കുടുംബം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അഴിച്ചുവിട്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങൾ റോഡിൽ തമ്പടിച്ച് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആനിയിറങ്കലിലാണ് അഴിച്ചുവിട്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങൾ കൂട്ടത്തോടെ തമ്പടിക്കുന്നത്. വാഹനങ്ങൾ ഹോൺ മുഴക്കിയാലും മാറാതെ നിൽക്കുന്നതിനാൽ പലപ്പോഴും മേഖലയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. ഇരുചക്രവാഹന യാത്രികരടക്കം അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമെന്ന നാട്ടുകാർ. ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും ബസും ചരക്ക് വാഹനങ്ങളും അടക്കം കടന്നു പോകുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആനിയിറങ്കലിന് സമീപമാണ് നിരവധിയായ വളർത്തുമൃഗങ്ങളെ ഉടമകൾ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്. തീറ്റ തേടി അലഞ്ഞു തിരിയുന്ന ഇവ കൂട്ടത്തോടെ റോഡിൽ തമ്പടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. വാഹനങ്ങൾ ഹോൺ മുഴക്കിയാൽ പോലും ഇവ റോഡിൽ നിന്നും മാറാതെ നിൽക്കുന്ന സാഹചര്യമാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഇരുചക്ര വാഹന യാത്രികരും കാൽനട യാത്രികരുമാണ്. വളവായ പ്രദേശത്ത് തമ്പടിക്കുന്ന ഇവയെ കാണാതെ എത്തുന്ന ഇരുചക്ര വാഹന യാത്രികർ നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട്. നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും പ്രശ്നപരിഹാരമില്ലെന്ന് ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്നവർ പറയുന്നു. ഇതെന്നും കാലത്തും വൈകിട്ടും വണ്ടി വാഹനങ്ങൾക്ക് യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഈ മാട് റോഡിൽ നടക്കുന്ന ജഗം തീരാൻ മാറില്ല. പല പ്രാവശ്യം വണ്ടി ഇടിച്ച് വണ്ടിക്ക് അപകടം മാടും ചേർത്തിട്ടുണ്ട്. ഇത് പഞ്ചായത്തിൻ്റെ അധികാരികളോ എണ്ണത്തിൻ്റെ അധികാരികളോ ഇത് ഒരു കാരണവശാലും ഇത് ശ്രദ്ധിക്കുന്നുമില്ല, ഒന്നുമില്ല. അപകടം വന്നു കഴിയുമ്പോഴേ പോലീസുകാരും നാട്ടുകാരും എല്ലാവരും ഓടിക്കൂടുകയുള്ളൂ. എസ്റ്റേറ്റ് മേഖലയിലുള്ള തൊഴിലാളികളുടെ അടക്കം പശുക്കളെയാണ് ഇത്തരത്തിൽ കയറൂരി വിട്ടിരിക്കുന്നത്. കുത്തിറക്കവും കൊടുവളവുകളും നിറഞ്ഞ ദേശീയപാതയിൽ വലിയ അപകടത്തിന് വഴിയൊരുക്കുന്ന തരത്തിൽ വളർത്തുമൃഗങ്ങൾ തമ്പടിക്കുന്നത് തടയണമെന്നും ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ കെട്ടിടാത്ത ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാർ പറയുന്നു. സിറ്റി വിഷൻ, പൂപ്പാറ. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് കുടുംബശ്രീ ADS വാർഷികാഘോഷം നടന്നു. നടുമറ്റം SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിനും സാമ്പത്തിക പുരോഗതിക്കും വേണ്ടി രൂപം നൽകിയ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാനത്ത് ശക്തമായ മുന്നേറ്റമാണ് നടത്തിവരുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായി വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ കുടുംബശ്രീ ADS വാർഷികാഘോഷം സംഘടിപ്പിച്ചു. രാജകുമാരി നടുമറ്റം SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശാക്തീകരണത്തിന്റെ ഈ പുത്തൻ മുഖം ലോകം ഏറ്റെടുത്തുവെന്ന് അവർ പറഞ്ഞു. ലോകം ഈ മാതൃക ഏറ്റെടുക്കുകയാണ്. വനിതാ ശാക്തീകരണത്തിന്റെ ഈ പുത്തൻ മുഖം കേരളം ലോകത്തിന് സംഭാവന ചെയ്ത നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും വ്യത്യസ്തവും ഏറ്റവും ശ്രദ്ധേയവുമായിട്ടുള്ള വനിതാ ശാക്തീകരണത്തിന്റെ ഒരു വലിയ വേദിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം. ലക്ഷക്കണക്കിന് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ADS പ്രസിഡന്റ് രജനി സന്തോഷിന്റെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ വയോധികരെയും പൊതുപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KJ സിജു, മുൻ വാർഡ് മെമ്പർ KK തങ്കച്ചൻ, CDS ചെയർപേഴ്സൺ ബിനി, ADS സെക്രട്ടറി ഷൈനി ബെന്നി, ADS ഭാരവാഹികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. സിറ്റി വിഷൻ, രാജകുമാരി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത്
പഞ്ചായത്ത് ലൈബ്രറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ SHGയുടെ 3ാമത് വാർഷികവും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വിവിധ പ്രായത്തിലുള്ള കുട്ടികളുടെ ചിത്രരചനാ മത്സരം, വിവിധ കലാപരിപാടികൾ എന്നിവയും റിട്ടയർഡ് അധ്യാപകൻ മാത്യു അഗസ്റ്റീനെ പരിപാടിയിൽ ആദരിച്ചു. ലൈബ്രറിക്കുള്ള അലമാരി വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസണും, പുസ്തക വിതരണം പഞ്ചായത്ത് അംഗം സോണിയ മാത്യു, ലൈബ്രറിയൻ അഭിലാഷ് PVക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു. എല്ലായിടത്തും പഞ്ചായത്തുകളിലെ ലൈബ്രറികളെല്ലാം ഇപ്പം പഴയതിലും അധികമായി പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ ഇരുന്ന് വായിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളുമായി ലൈബ്രറി മെച്ചപ്പെടുത്തണമെന്നൊരു നിർദ്ദേശവും സംസ്ഥാന സർക്കാരിൻ്റെയുണ്ട്. കാരണം നമുക്കെല്ലാം കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ കുഞ്ഞു കുട്ടികൾക്കടക്കം മൊബൈലിനായി പഠനം മാറിയപ്പോൾ വായന നമ്മളെല്ലാം വിട്ടുപോയി. സമന്വയം 2025 മാഗസിൻ വിതരണം എഴുത്തുകാരി പ്രിയ വിജീഷ് നിർവഹിച്ചു. യോഗത്തിൽ സുധീഷ് ദാസ് അധ്യക്ഷത വഹിച്ചു. TK സിജുമോൻ, റോയി തോമസ്, PS സുധാകരൻ, ടോം തോമസ്, സോബിൻ ജോസ്, VM ബിജു എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,170 രൂപ, പവന് 95,760 രൂപ, വെള്ളി ഗ്രാമിന് 188 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലിതുള്ളിപ്പെയ്യുന്ന തുലാവർഷ മഴയ്ക്കൊപ്പം കാട്ടാനശല്യത്തിലും പൊറുതിമുട്ടി ചിന്നക്കനാൽ പഞ്ചായത്തിലെ വിവിധ മേഖലകൾ. ബിയൽറാം, പന്തവിക്കളം അടക്കമുള്ള മേഖലകളിൽ ഏക്കർ കണക്കിന് കൃഷിനാശം. പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. ഇടുക്കി രാജാക്കാട് മമ്മട്ടിക്കാനം മേഖല പുലിപ്പേടിയിൽ. മമ്മട്ടിക്കാനം കവലിയിൽ വെച്ച് പ്രദേശവാസി നേരിട്ട് പുലിയെ കണ്ടെന്ന വാദം. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണോ എന്ന വ്യക്തത വരുത്തുന്നതിന് പരിശോധനയ്ക്കയച്ചു. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 39.7 ഗ്രാം MDMAയുമായി യുവാവ് കട്ടപ്പനയിൽ അറസ്റ്റിൽ. കട്ടപ്പന മുളകരമേട് AKG പടി ടോപ്പ് കാഞ്ഞിരമൂട്ടിൽ അശോകിന്റെ മകൻ സുധീഷാണ് പിടിയിലായത്. ഭൂപ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് കർഷകരുടെ കണ്ണിൽ പൊടിയിടാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കരുതെന്ന ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ. നടപ്പിലാക്കുന്ന നിയമങ്ങൾ മലയോര ജനതയുടെ സ്വപ്നങ്ങളെ വളർത്തുവാൻ തക്ക നിയമങ്ങളാകണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.